നമ്മളിൽ പലരെയും പോലെ ഹാരും ഒരു ഉറക്ക ഭ്രാന്തത്തിയാണ്. ക്ലാസ്സിലേക്ക് പോകാൻ വൈകിയപ്പോൾ കുളിച്ചോ നനച്ചൊന്നും നോക്കാതെ അവൾ ഭക്ഷണം പോലും കഴിക്കാതെ വീട്ടിൽ നിന്ന് ഓടുകയാണ്. എന്നാൽ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്നൊരവസ്ഥയായിരുന്നു അവൾക്കുണ്ടായത്. അവളുടെ ഷൂസ് തിരക്കിനിടയിൽ പെടുന്നു. അങ്ങനെ ക്ലാസ്സിൽ ലേറ്റായി എത്തുന്നു. എന്നാൽ മാഷത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ക്ലാസ്സിലുള്ള എല്ലാവരും അവളെ കളിയാക്കി ചിരിക്കുകയാണ്. അതിൽ ഒരാൾ കളിയാക്കി ചിരിച്ചത് അവൾക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. അവളുടെ ക്രഷായ മച്ചീടെ ആയിരുന്നു. എന്റെ ഇന്നത്തെ ദിവസം ആകെ പോക്കാണെന്ന് ഹാരു തന്റെ ഫ്രണ്ടായ ഹിരോമിയോട് സങ്കടം പറയുന്നുണ്ട്. ഇതിനിടയിൽ ഒരു സുന്ദരനായ ഒരു പൂച്ച ഒരു ഗിഫ്റ്റുമായി ഓടുന്നത് രണ്ടുപേരും കാണുകയാണ്. ആദ്യമായാണ് അങ്ങനെ ഒരു സംഗതി അവർ കാണുന്നത്. ഈ പൂച്ച എങ്ങോട്ടാ? ആ പൂച്ച ട്രാഫിക് ലൈറ്റ് ഒന്നും ശ്രദ്ധിക്കാതെ ക്രോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്നാൽ റോഡിലൂടെ പോകുന്ന ഒരു ലോറി പൂച്ചയെ തട്ടിയില്ലെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഹാരു അതിനെ രക്ഷിക്കുകയാണ്. കൂട്ടത്തിൽ അവളുടെ ഗെയിം കളിക്കുന്ന സ്റ്റിക്ക് എല്ലാം പൊട്ടുന്നുണ്ട്. പൂച്ചക്ക് വല്ലതും പറ്റിയെന്ന് വെച്ച് നോക്കുമ്പോൾ അവൾ ആകെ ഞെട്ടി നിൽക്കുകയാണ്. ദാ പൂച്ച രണ്ടു കാലിൽ നിൽക്കുന്നു. ആ പൂച്ചയുടെ രണ്ടു കണ്ണുകൾക്കും വ്യത്യസ്തമായ നിറങ്ങളായിരുന്നു. പൂച്ച ദാ സംസാരിക്കുന്നു. നിന്റെ ബോൾഡ്നെസ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്നെ രക്ഷിച്ച നിന്നോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. നിനക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലല്ലോ. നിനക്ക് ഇതിനു വേണ്ടിയുള്ള തക്കതായ സമ്മാനങ്ങൾ ഞാൻ തരുന്നുണ്ട്. ഇതും പറഞ്ഞ് പൂച്ച പോവുകയാണ്. ആകെ ഞെട്ടി നിൽക്കുന്ന അവളുടെ അടുത്തേക്ക് ഹിരോമി ഓടി വരികയാണ്. നിനക്ക് വല്ലതും പറ്റിയോ? ദേ ആ പൂച്ച എന്നോട് നന്ദി പറഞ്ഞു. സത്യത്തിൽ നിന്റെ തലയ്ക്ക് നീയും പറ്റിയോ എന്ന് വീണ്ടും ഹിരോമി ചോദിക്കുകയാണ്. നടന്ന കാര്യമെല്ലാം ഹാരു വീട്ടിൽ വന്ന അമ്മയോട് പറയുകയാണ്. അമ്മ ചിരിക്കുന്നു. നീ പണ്ടും ഇതുപോലെ എന്നോട് പറയാറുണ്ടായിരുന്നു. ഒരു പൂച്ചക്കുട്ടി നിന്റെ അടുത്ത് വിശന്നു വന്ന് കരഞ്ഞപ്പോൾ നീ അതിന് ഭക്ഷണം നൽകി. അപ്പോൾ അത് നിന്നോട് സംസാരിച്ചു, നന്ദി പറഞ്ഞു എന്നെല്ലാം നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ നിനക്ക് പൂച്ചയുടെ ഭാഷ മനസ്സിലാവുന്നുണ്ടെങ്കിലോ? ഇതിനെക്കുറിച്ചെല്ലാം ആലോചിച്ച് ഹാരു ഉറങ്ങിപ്പോവുകയാണ്. അപ്പോൾ ആ സ്ട്രീറ്റിൽ ഒരു സംഗതി സംഭവിക്കുന്നുണ്ട്. അവൾ ശബ്ദം കേട്ട് ഉണരുകയാണ്. അവൾ പുറത്തുപോയി നോക്കുമ്പോൾ ഒരുപാട് പൂച്ചകൾ ദാ നടന്നു വരുന്നു. കൂട്ടത്തിൽ ദാ ഒരുത്തനെ ഒരു പല്ലക്കിൽ ഇരുത്തിയിട്ടുണ്ട്. ഇതാണ് പൂച്ച രാജാവ്. ഇദ്ദേഹത്തിന്റെ മകനെയാണത്രേ ഹാരു രക്ഷിച്ചത്. അതിന് നന്ദി പറയാനാണ് ഈ വരവ്. രാജാവിന്റെ മെസ്സഞ്ചർ അവൾക്കൊരു കത്ത് നൽകുന്നു. ഇതിലുള്ള എല്ലാ കാര്യങ്ങളും നിനക്ക് നാളെ സമ്മാനമായി ലഭിക്കും. ഇതും പറഞ്ഞ് വന്ന പോലെ ആ പൂച്ചട്ടിയും അവിടെ നിന്ന് പോവുകയാണ്. നടന്നതെല്ലാം സ്വപ്നമാണോ എന്നറിയാതെ ഹാരു ഉണരുമ്പോൾ ഹാരുനത ഹിരോമിയുടെ കോൾ. ഹിരോമിയുടെ വീടിനറിയെ ഇന്നലെ പൊട്ടിയതുപോലത്തെ സ്റ്റിക്കുകളാണ്. ഒന്നല്ല, ഒരു 100 എണ്ണം കാണും. നീയാണോ ഇത് ഒപ്പിച്ചതെന്ന് ഹാരുവിനോട് ഹിരോമി ചോദിക്കുന്നുണ്ട്. ഹാരുവിന് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയുമില്ല. വീടിന്റെ പുറത്തു വന്ന് നോക്കുമ്പോൾ ദാ നിറയെ പൂച്ചവാലുകൾ. ഇതെങ്ങനെ ഇവിടെ ഉണ്ടായെന്ന് അവൾക്കും അവളുടെ അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. സ്കൂളിലേക്ക് വൈകുന്നതിനാൽ ഓടുമ്പോൾ ദാ അവളെ പിന്നാലെ ഒരുപാട് പൂച്ചകൾ കൂടെ കൂടുന്നു. എന്താ കാരണമെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അവൾ പെട്ടെന്നോടി സ്കൂളിലെ ലോക്കർ റൂമിലോട്ട് കയറുകയാണ്. ലോക്കർ റൂം നിറയെ അവൾക്ക് വേണ്ടിയുള്ള സമ്മാനങ്ങളാണ്. നോക്കുമ്പോൾ ഓരോ സമ്മാനത്തിന്റെ അകത്തും കുഞ്ഞു എലികൾ. അവൾ ആകെ പേടിച്ച് നിൽക്കുമ്പോൾ നേരത്തെ ഓടിവന്ന പൂച്ചകളെല്ലാം അവൾ അതിൽ നിന്ന് രക്ഷിക്കുന്നുണ്ട്. ക്ലാസ്സിൽ വന്ന് അവൾക്ക് പൂച്ചരാജാവ് നൽകിയ കത്ത് പരിശോധിക്കുകയാണ്. ഈ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ പൂച്ചരാജാവ് കാരണമാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. കാര്യം എന്താണെന്ന് ഹിരോമി ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൾ കാര്യമൊന്നും പറയുന്നില്ല. ഹിരോമി ഹാരിയോട് ഒരു ഹെൽപ്പ് ചോദിക്കുകയാണ്. ഇന്ന് ഹിരോമിയുടെ ബോയ്ഫ്രണ്ടിന്റെ ഒരു ഗെയിമുണ്ട്. അവൾക്ക് അതിന് പോകണം. സോ അവളുടെ ക്ലീനപ്പ് ഡ്യൂട്ടി ഇന്ന് ഹാരു എടുക്കണം. ഹാരുവിന് ഏതായാലും ബോയ്ഫ്രണ്ട് ഒന്നുമില്ല. ഹിരോമിയുടെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് വിചാരിച്ച് അവൾ ഹെൽപ്പ് ചെയ്യാൻ സമ്മതിക്കുന്നു. ലൈഫ് ആകെ ബോറാണെന്ന് കരുതി നടക്കുന്ന ഹാരു അത വേറൊരു സങ്കടകരമായ കാഴ്ച കൂടെ കാണുന്നു. അവളുടെ ക്രഷിന് ഒരു ഗേൾ ഫ്രണ്ട് എല്ലാം ഉണ്ടായിട്ടുണ്ട്. മൊത്തത്തിൽ ലൈഫ് ഇപ്പോൾ ആകെ ഡെസ്പ് സീനിലാണ് നടക്കുന്നത്. അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഹാരിയുടെ അടുത്ത് അതൊരാൾ വരുന്നു. നമ്മുടെ രാജാവിന്റെ മെസ്സഞ്ചർ ആയിരുന്നു അത്. ഞങ്ങൾ അയച്ച ഗിഫ്റ്റ് എല്ലാം കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ആകെ ദേഷ്യം വരികയാണ്. ഞാൻ പൂച്ചയൊന്നുമല്ല, പൂച്ചവാലും ഈ എലികളെല്ലാം ഇഷ്ടപ്പെടാൻ. ഞങ്ങൾ മനുഷ്യർക്ക് വേറെ ടേസ്റ്റാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ മെസ്സഞ്ചർ സങ്കടമാവും. അയ്യോ, ഇനി ഞാൻ രാജാവിനോട് എന്തു പറയും? സോറി, നിങ്ങളെ സങ്കടപ്പെടുത്തിയെങ്കിൽ വളരെയധികം സോറി. എന്റെ ലൈഫ് ഇപ്പോൾ ആകെ ബോറായിക്കൊണ്ടിരിക്കുകയാണെന്ന് ഹാരു സങ്കടം പറയുന്നു. അയ്യോ, എന്തു പറ്റി? ഇത്രയും സുന്ദരിയായ ഹാരുവിന് സങ്കടങ്ങളോ? എല്ലാം ഞങ്ങൾ മാറ്റാം. രാജാവ് നിങ്ങളെ കിങ്ഡം ഓഫ് കാറ്റ്സിലോട്ട് ഒരു വിരുന്നിന് വിളിച്ചിട്ടുണ്ട്. വരാൻ തയ്യാറാണോ? പിന്നെ മറ്റൊരു സമ്മാനം കൂടെ നിങ്ങൾക്ക് അവിടെയുണ്ട്. കാറ്റ് കിങ്ഡമിലെ ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം, പ്രിൻസ് ലൂനെ. അതെ, പൂച്ച രാജാവിന് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങളെ മരുമകളാക്കാനാണ് അവരുടെ ആഗ്രഹം. പൂച്ച ലോകത്തിന് മരുമകളോ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ പൂച്ചകളാണ്, ഞങ്ങൾ മനുഷ്യരും. അതെന്താ, പൂച്ചകളായാലും എന്താ കുഴപ്പം? ഞങ്ങളുടെ രാജകുമാരൻ ആൾ സംഗതി കൂളാണ്. അപ്പോൾ അവൾ ചുമ്മാ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഒരു കണക്കിന് മനുഷ്യരുടെ ലൈഫിനേക്കാളും സുന്ദരമായിരിക്കാം ഈ പൂച്ചകളുടെ ലോകം. ഇതെല്ലാം കേൾക്കുമ്പോൾ മെസ്സഞ്ചർ വിചാരിക്കുന്നത് അവൾ ഇതിന് ഓക്കെ പറഞ്ഞെന്നാണ്. കേട്ട പാതി കേൾക്കാത്ത പാതി ഹാരുവിന് സമ്മതമാണെന്ന് കരുതി അവൻ ഓടിപ്പോവുകയാണ്. കാര്യം തിരുത്തി പറയാൻ വേണ്ടി അവൾ പിന്നാലെ ഓടാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവൾ വീണ്ടും വീഴുന്നു. അപ്പോൾ അവൾ എവിടുന്നോ ഒരു അശരീരി പോലെ ഒരു കാര്യം കേൾക്കുകയാണ്. ഹാരു,
ഹാരു, നീ വിഷമിക്കണ്ട. നിന്നെ സഹായിക്കാൻ ക്യാപ്യൂറൊക്കെ മാത്രമേ കഴിയുകയുള്ളൂ. നീ അവരെ തേടി പോകണം. അതിനായി ക്രോസ് റോഡിൽ വെച്ച് ഒരു വെളുത്ത വലിയ പൂച്ചയെ കാണും. അത് നിനക്ക് വഴി കാണിച്ചു തരും. ആരാണ് ഹാരിനോട് സംസാരിക്കുന്നതെന്ന് ഹാരിന് അറിയില്ല. പക്ഷേ ആ ഒരു വെള്ളപ്പൂച്ചയെ തെരഞ്ഞ് അവൾ പോവുകയാണ്. അങ്ങനെ അവൾ ആ വെള്ളപ്പൂച്ചയെ കണ്ടെത്തുന്നു. ആള് ഭയങ്കര സീരിയസ് ലുക്കിലാണ്. എന്നാൽ പതിയെ അതിനോട് പറയുകയാണ്, എനിക്ക് ക്യാർബ്യൂറുടെ അടുത്തെത്തണം, നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? അങ്ങനെ ആള് മാറിയതാവുമെന്ന് വിചാരിച്ച് ഹാരി പോവാൻ നിൽക്കുമ്പോൾ ദാ പൂച്ച സംസാരിക്കുന്നു, ഫോളോ മീ. അങ്ങനെ അവൾ ആ പൂച്ചയെ ഫോളോ ചെയ്യുകയാണ്. അങ്ങനെ പല ഇടവഴികളിലൂടെയും മതിലിന് മുകളിലൂടെയും ടെറസിന്റെ മുകളിലൂടെയൊക്കെയായി എങ്ങോട്ടോ അവൻ കൊണ്ടുപോവുകയാണ്. ഈ പൂച്ചയെ നിങ്ങൾ വിസ്പർ ഓഫ് ദി ഹാർട്ടിൽ കണ്ടു കാണും. ഈ പൂച്ചയാണ് നായികയെ ആ ആന്റിക് ഷോപ്പിലോട്ട് എത്തിക്കുന്നത്. മൂവി കണ്ടിട്ടില്ലെങ്കിൽ മൂവിയുടെ എക്സ്പ്ലനേഷൻ ഈ ചാനലിലുണ്ട്. ടെലിഗ്രാം ലിങ്കിൽ കയറിയാൽ മൂവിയും ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഹാരു ആ പൂച്ചയെ ഫോളോ ചെയ്ത് അവളുടെ എത്രമാത്രം ഉയരമുള്ള കെട്ടിടങ്ങൾക്കിടയിൽ എത്തുകയാണ്. അവിടെ വെച്ച് അവൾ ബാരോൺ പ്രതിമയെ കാണുകയാണ്. അതിന് ജീവനൊന്നുമില്ല. പെട്ടെന്ന് സൂര്യപ്രകാശമേറ്റ് ബാരോണിന് ജീവൻ വെക്കുന്നു. ഞാനാണ് ബാരൺ. എന്നെ സത്യത്തിൽ ഒരാൾ ഉണ്ടാക്കിയതാണ്. എന്നാൽ സ്വന്തം ഹൃദയം തന്നെ നൽകി ഇങ്ങനെയുള്ള പ്രതിമകൾ ഉണ്ടാക്കുമ്പോൾ അതിന് ജീവൻ വെക്കും. ഞാനും ടോട്ടോയും അതിൽപ്പെട്ടവരാണ്. ഇത് പറയുമ്പോൾ ഒരു പക്ഷിക്കും പെട്ടെന്ന് ജീവൻ വെക്കുന്നത് അവൾ കാണുകയാണ്. അതായിരുന്നു ടോട്ടോ. തലേന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഹാരു ബാരണിനോട് പറയുകയാണ്. അപ്പൊ നീ ഒരു പാവം പൂച്ചക്കുട്ടിയെ രക്ഷിച്ചു അല്ലേ? ആ വെളുത്ത പൂച്ച ചോദിക്കുകയാണ്. ഇവനാണ് മ്യൂട്ട. നിനക്ക് നിന്റെ പണിയെടുത്താ പോരായിരുന്നു? വേണ്ടാത്തതിനെ ഇറങ്ങി തിരിച്ചിട്ടല്ലേ ഇതെല്ലാം സംഭവിച്ചത്? ഹാരുന് ഒന്നും മനസ്സിലാവുന്നില്ല. ബാരൺ അവളെ സ്വന്തം വീട്ടിലോട്ട് ക്ഷണിക്കുകയാണ്. എന്നിട്ട് ചായ നൽകുകയാണ്. സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ രാജാവിന്റെ ആൾക്കാർ വന്ന് ഹാരോയെ തട്ടിക്കൊണ്ടു പോവുകയാണ്. അവളെ രക്ഷിക്കാൻ പിന്നാലെ ടോട്ടോയുടെ മുകളിൽ കയറി ബാരോണും മ്യൂട്ടയും ഉണ്ട്. ഒരു മാജിക്കൽ ഓപ്പണിംഗിലൂടെ ഹാരോനെയും കൂട്ടി പൂച്ചകൾ പോവുകയാണ്. പിന്നാലെ ബാരോണും ടീമുമുണ്ട്. പൂച്ചലോകത്തെത്തിയപ്പോൾ ഹാരു കുഞ്ഞതായിട്ടുണ്ട്. ഇപ്പോൾ അവൾ പൂച്ചകളുടെ അത്ര വലുപ്പമേ ഉള്ളൂ. ദൂരെ രാജാവിന്റെ കൊട്ടാരം കാണുന്നുണ്ട്. സംഗതികളുടെ കൂടെ ഇപ്പോൾ മ്യൂട്ട മാത്രമേ ഉള്ളൂ. ബാരോണും ടോട്ടോക്കും അവരെ മിസ്സായിട്ടുണ്ട്. ഹാരു മ്യൂട്ട എത്തിയിരിക്കുന്നത് പൂച്ചകളുടെ ഒരു ഗ്രാമത്തിലാണ്. എന്തോ ഹാരുവിന് അവിടുത്തെ സെറ്റപ്പ് എല്ലാം വളരെയധികം ഇഷ്ടമായിട്ടുണ്ട്. വളരെ ശാന്തമായ ഒരിടം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സുന്ദരിയായ ഒരു പൂച്ച അവളുടെ അടുത്ത് വരുന്നു. അവളുടെ പേരാണ് യൂക്കി. യൂക്കി ഹാരുവിനോട് പറയുകയാണ്, ഒട്ടും വൈകിട്ടില്ല, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവണം. ഹാരു അവളോട് തിരിച്ചു ചോദിക്കുകയാണ്, നിനക്കെങ്ങനെ എന്റെ പേരറിയാം? പക്ഷേ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ രാജാവിന്റെ മെസ്സഞ്ചർ അവിടെ എത്തുകയാണ്. ഇതിനിടയിൽ യൂക്കി ആരാണെന്നും കൂടി അവർക്ക് മനസ്സിലാവുകയാണ്. അവൾ രാജകൊട്ടാരത്തിലെ സേവകയാണ്. രാജാവിന്റെ അടുത്തേക്ക് പോവാൻ മെസ്സഞ്ചർ അവളെ വിളിക്കുകയാണ്. മ്യൂട്ട പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ, എന്ന രാജാവിനെ കണ്ടിട്ട് പോവാമെന്ന് അവൾ പറയുന്നു. നിനക്കെന്താ വട്ടായോ? നമുക്ക് തിരിച്ചു പോവാമെന്ന് മ്യൂട്ട വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അങ്ങനെ ഹാരുവും നിവൃത്തിയില്ലാതെ മ്യൂട്ടയും രാജാവിന്റെ അടുത്തേക്ക് വരികയാണ്. CC ക്യാമറയിൽ എന്ന പോലെ ഇവരെ കണ്ടുകൊണ്ടിരിക്കുന്ന മന്ത്രിക്ക് മ്യൂട്ടയെ എവിടെയോ കണ്ട പോലെ തോന്നുന്നുണ്ട്. പക്ഷെ എവിടെയാണെന്ന് പുള്ളിക്കാരന് ഓർമ്മ കിട്ടുന്നില്ല. കൊട്ടാരത്തിലെത്തിയപ്പോൾ എല്ലാവരും കൂടെ ഹാരുവിനെ ഒരു രാജകുമാരിയെ പോലെ ഒരുക്കുകയാണ്. നീ തന്നെയാണ് എന്റെ മരുമകൾ, എന്റെ മകന്റെ സുന്ദരിയായ വധു. എല്ലാം കേട്ട് അന്തം വിട്ടു നിൽക്കുകയാണ് ഹാരു. മ്യൂട്ടയാണെങ്കിലോ വിശന്നിട്ട് അവിടെയുള്ള ഓരോരോ വസ്തുക്കളായി എടുത്തു കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് വിവാഹത്തിന് സമ്മതമല്ല എന്നെല്ലാം ഹാരു രാജാവിനോട് പറയുന്നുണ്ട്. പക്ഷെ രാജാവ് പറയുകയാണ്, നിനക്ക് സമ്മതമാണെന്നാണല്ലോ ഞാൻ കേട്ടത്, അതുകൊണ്ടല്ലേ നിന്നെ ഇങ്ങോട്ട് വരുത്തിയത്. ഹാരി പറയുന്ന ഒന്നും അദ്ദേഹം കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. രാജകുമാരനാണെങ്കിൽ എന്തൊരു ആവശ്യത്തിന് പുറത്തു പോയതായിരുന്നു. അതുകൊണ്ട് രാജകുമാരൻ വരുന്നു അവളോട് അവിടെ നിൽക്കാൻ പറയുകയാണ്. എന്തായാലും ഞാനൊരു പൂച്ചയല്ലല്ലോ, മനുഷ്യനല്ലേ എന്ന് സമാധാനിച്ചുകൊണ്ടിരിക്കുന്ന ഹാരു പെട്ടെന്ന് കണ്ണാടിയിൽ നോക്കുമ്പോൾ ദാ അവൾക്ക് ചെവി മുളച്ചിട്ടുണ്ട്. മുഖമെല്ലാം പൂച്ചയെ പോലെ ആയിട്ടുണ്ട്. എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. ആകെ പേടിച്ച് ഹാരു മ്യൂട്ടയെ തെരഞ്ഞു ഓടുകയാണ്. എന്നാൽ മ്യൂട്ട ആർത്തി മൂത്ത് ഒരു ജെല്ലി കഴിക്കാൻ വേണ്ടി നോക്കി അതിനകത്ത് പെട്ടിക്കിടക്കുകയാണ്. ഇനി നിവൃത്തിയില്ല, ഞാനൊരു പൂച്ചയായി മാറിയിരിക്കുന്നു. ഹാരു സങ്കടത്തോടെ ഇരിക്കുകയാണ്. ഹാരുവിനെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് സംഗതികൾ രാജാവ് അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും അവളെ വല്ലാണ്ട് ഇഷ്ടപ്പെടുത്തുന്നില്ല എന്ന് രാജാവ് മനസ്സിലാക്കുകയാണ്. എന്റെ ഭാവി മരുമകളെ സന്തോഷിപ്പിക്കാൻ ഇവിടെ ആരുമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഒരാൾ പ്രത്യക്ഷപ്പെടുകയാണ്. അദ്ദേഹം ഹാരുവിനെ ഒരു ഡാൻസിന് വേണ്ടി ക്ഷണിക്കുകയാണ്. എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ ഡാൻസ് ചെയ്യൂ, അയാൾ പറയുന്നു. അങ്ങനെ ഹാരു അയാളുടെ കൂടെ ഡാൻസ് ചെയ്യുമ്പോഴാണ് ഹാരു ഒരു സത്യം മനസ്സിലാക്കുന്നത്. അത് മറ്റാരുമായിരുന്നില്ല, അവളെ രക്ഷിക്കാൻ വന്ന ബാരോൺ ആയിരുന്നു. ഇത് രാജാവിനും വൈകാതെ മനസ്സിലാവുന്നുണ്ട്. പിടികൂടും മുമ്പ് രാജാവിന്റെ ആളുകളെ ബാരോൺ ആക്രമിക്കുകയാണ്. ഇതിനിടയിൽ മ്യൂട്ടയും രക്ഷപ്പെടുന്നു. എങ്ങനെ ഇവിടുന്ന് പുറത്തു കടക്കുമെന്ന് നോക്കി നിൽക്കുമ്പോൾ യൂക്കി അവരുടെ മുന്നിലെത്തുന്നു. അവളാണ് സത്യത്തിൽ ഹാരുവിനോട് സംസാരിച്ചിരുന്നത്. കാറ്റ്പ്യൂറയെ കുറിച്ച് യൂക്കി കേട്ടിട്ടുണ്ടായിരുന്നു. ഹാരുവിനെ രക്ഷിക്കാൻ അവർക്ക് മാത്രമേ സാധിക്കൂ എന്നും അവൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവരെ കുറിച്ച് ഹാരുവിന് പറഞ്ഞു കൊടുത്തത്.
എന്നിട്ട് യൂക്കി പുറത്തേക്കുള്ള ഒരു രഹസ്യ വഴി ഹാരുവിനും ബാരോണും കാണിച്ചു കൊടുക്കുകയാണ്. അതുവഴി കൊട്ടാരത്തിന് പുറത്തെത്തുന്നു. അപ്പോഴേക്കും മ്യൂട്ടയും സാഹസപ്പെട്ട് അവിടെ എത്തുന്നുണ്ട്. യൂക്കി അവർക്ക് ഒരു മേസ് കാണിച്ചു കൊടുക്കുകയാണ്. അതിന്റെ നടുവിൽ വലിയൊരു ടവറും. ഈ ടവറിന്റെ അങ്ങേയറ്റത്താണ് മനുഷ്യരുടെ ലോകം. അങ്ങനെ മേസിന്റെ അകത്തുകൂടെ ബാരോണും ടീമും പുറത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഒരു എന്റർടൈൻമെന്റ് ആയിക്കൊണ്ട് രാജാവും ടീമും മുകളിൽ നിന്ന് കാണുകയാണ്. കാരണം അത്രയും ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ. സൂര്യൻ അസ്തമിക്കും മുമ്പ് ഹാരു അവിടെ നിന്ന് രക്ഷപ്പെടണം. ഇല്ലെങ്കിൽ അവൾ എന്നേക്കുമായി പൂച്ചയായി മാറുമെന്ന് ബാരോൺ പറയുകയാണ്. ഇവരുടെ വഴിമുടക്കാനായി രാജാവിന്റെ ടീമിനെയും ഇറക്കിയിട്ടുണ്ട്. എന്നാൽ അവരെയെല്ലാം വെട്ടിച്ചുകൊണ്ട് ഇവർ മുന്നേറുകയാണ്. അപ്പോൾ ഇനി വേറെ വഴിയുമില്ല എന്ന് ഉറപ്പിച്ച് അവർ നേരെയുള്ള വഴികളെല്ലാം അടച്ചു വെക്കുകയാണ്. എന്നാൽ ഇത് ഹാരോയും ബാരോണും കണ്ടെത്തുന്നു. ഒറ്റത്തട്ടിന് രാജാവിന്റെ ടീംസ് എല്ലാം താഴെ വീഴുകയാണ്. അങ്ങനെ അവർക്ക് പോകാനുള്ള വഴി നേരെ തെളിഞ്ഞു കാണുകയാണ്. 3 പേരും കൂടി അങ്ങോട്ട് ഓടുന്നു. പണിവാളിയെന്നറിഞ്ഞപ്പോൾ രാജാവും ടീമും പിന്നാലെയുണ്ട്. കോണിപ്പടിയെല്ലാം കയറി ഹാരു ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. ഇനി എന്തു ചെയ്യും? നിങ്ങൾ മുന്നോട്ട് പോകും, ഞാൻ എത്തിക്കോളാമെന്ന് ഹാരു പറയുന്നു. എന്നാൽ ബാരൻ വിട്ടുകൊടുക്കാതെ അവളെ എടുത്തുകൊണ്ട് ഓടുകയാണ്. അവളുടെ ലൈഫിൽ യഥാർത്ഥ ഒരു ഹീറോയെ അവൾ അന്ന് ആദ്യമായി കാണുകയാണ്. അവസാനം അവർ ടോപ്പ് ഫ്ലോറിൽ എത്താൻ നിൽക്കുമ്പോൾ രാജാവ് 18ാമത്തെ അടവ് ഇറക്കുകയാണ്. അതെ, ആ ടവർ ബോംബ് വെച്ച് പൊട്ടിക്കുകയാണ്. നിവൃത്തിയില്ല, ടവർ താഴോട്ട് പോകുന്നു. സത്യത്തിൽ അപകടം ആർക്കും പറ്റിയിട്ടില്ല. പക്ഷേ ഇനി മുകളിലോട്ട് ഒരു യാത്രയില്ല. ഹാരു തോൽവി സമ്മതിച്ച് അവിടെ ഇരിക്കുകയാണ്. എന്നാൽ വിട്ടുകൊടുക്കരുതെന്ന് ബാരോൺ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നീയായി തന്നെ ഇരിക്കൂ, ഇപ്പോഴും നിനക്ക് പോവാനുള്ള വഴി തുറന്നു തന്നെ കിടക്കുകയാണ്. അതെ, രാജകുമാരൻ ലൂനെ അവിടെ എത്തിയിട്ടുണ്ട്. അവളന്ന് ജീവൻ രക്ഷപ്പെടുത്തിയ ലൂനെ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അച്ഛാ, ഇവളല്ല എന്റെ ഭാവി വധു. യൂക്കി പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. എന്നും എനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹം യൂക്കി ആയിരുന്നു. യൂക്കിയെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. ഹാരുവിനെ നിങ്ങൾ വെറുതെ വിടണം. രാജകുമാരൻ ലൂനെ യൂക്കിക്കായി കൊണ്ടുവന്ന സമ്മാനം കൈമാറുകയാണ്. അത് ഹാരുവിന്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫിഷ് ബിസ്ക്കറ്റുകളായിരുന്നു. യൂക്കിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയ ഫിഷ് ബിസ്ക്കറ്റുകൾ. ഇത് എനിക്കും വളരെ ഫേവറേറ്റ് ആയിരുന്നുവെന്ന് ഹാരു പറയുന്നു. അറിയാം, എനിക്കെല്ലാം അറിയാം, യൂക്കി പറയുകയാണ്. നീയായിരുന്നു വിശന്നു വലഞ്ഞ എനിക്ക് ഭക്ഷണം തന്നവൾ. നിന്നെ ഞാൻ ഒരിക്കലും മറന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് നിനക്കൊരു അപകടം വന്നപ്പോൾ ഞാൻ നിനക്ക് വേണ്ടി അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ നിങ്ങളായിരുന്നല്ലേ യൂക്കി പറയാറുള്ള ആ പെൺകുട്ടി? നിങ്ങൾ കാരണം തന്നെയാണ് ഞാനും രക്ഷപ്പെട്ടത്. ലൂനെ നന്ദി പറയുന്നു. അവിടെ വെച്ച് ലൂനെ യൂക്കിയെ പ്രപ്പോസ് ചെയ്യുകയാണ്. അതെ, ലൂനെ വിവാഹം കഴിക്കാൻ പോകുന്നത് യൂക്കിയെയാണ്. ഇതിലും വലിയ സന്തോഷം ഇനി ഹാരുവിനില്ല. ഹാരു സേഫായെന്ന് ഹാരുവിന് മനസ്സിലായിരിക്കുകയാണ്. പക്ഷേ സേഫായെന്നുള്ളത് തോന്നൽ മാത്രമായിരുന്നു. നമ്മുടെ വട്ട് രാജാവ് വേറെ ഐഡിയ കൊണ്ടുവരികയാണ്. യൂനിക്ക് നിന്നെ വേണ്ടെങ്കിൽ വേണ്ട, യൂക്കി വിവാഹം കഴിക്കട്ടെ, പകരം നിനക്ക് എന്നെ വിവാഹം കഴിക്കാമല്ലോ. ഇത് കേട്ട് മന്ത്രിയടക്കം അന്തം വിട്ടു നിൽക്കുകയാണ്. ഇയാൾക്കെന്താ വട്ടായോ? എനിക്ക് വേണ്ടത്ര കുക്കീസ് കഴിക്കാം, വേണ്ടത്ര ഫിഷ് കഴിക്കാം, ഇവിടെ അടിപൊളിയായി ജീവിക്കാം. വേണ്ട, എനിക്ക് ഞാനായാൽ മതി. എനിക്ക് എന്റെ ലോകത്തുള്ള ഞാനാവാനാണ് എനിക്കിഷ്ടം. ഇത് കണ്ട് മ്യൂട്ട് ചിരിയോട് ചിരി. അപ്പൊ നിനക്ക് ധൈര്യമൊക്കെ ഉണ്ടല്ലേ? ബാരോണും പുഞ്ചിരിക്കുകയാണ്. അപ്പൊ നിനക്ക് നീയായി നിൽക്കാൻ അറിയാം. അതറിഞ്ഞാൽ തന്നെ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. ഹാരിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മ്യൂട്ട് എണീറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് മ്യൂട്ട് സ്വയം പരിചയപ്പെടുത്തുകയാണ്. മ്യൂട്ടയുടെ ശരിക്കുള്ള പേര് റൊണാൾഡോ മൂൺ എന്നായിരുന്നു. ആ രാജ്യം കേട്ട ഏറ്റവും വലിയ കില്ലാടി. എന്താണെന്നോ, രാജ്യത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ നദിയിലെ മൊത്തം മീനുകളും വിഴുങ്ങിയ ഭീകരനായിരുന്നു നമ്മുടെ മ്യൂട്ട. ഇതറിഞ്ഞതും എല്ലാവരും മ്യൂട്ടയെ കണ്ട് പേടിക്കുകയാണ്. മ്യൂട്ടിൽ നിന്ന് രക്ഷിക്കാൻ രാജാവിനെ എല്ലാവരും ഒതുക്കി നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ രാജാവ് ആകെ കീർക്ക് പിടിച്ചു നിൽക്കുകയാണ്. അച്ഛനെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടൂ എന്ന് പ്രിൻസ് ലൂനെ അവരോട് പറയുകയാണ്. ഇപ്പോഴും ടവറിന്റെ മുകളിലത്തെ അറ്റം ഹ്യൂമൻ വേൾഡിലോട്ട് തന്നെയാണ് നിൽക്കുന്നത്. മ്യൂട്ട് ഹാരുവിനെ മുകളിലോട്ട് എറിയുകയാണ്. എത്രയും പെട്ടെന്ന് നീ മുകളിലെത്തണം. എന്നാൽ അവളെ തടയാൻ പൂച്ച രാജാവ് ടവറിൽ ഭ്രാന്തമായി കയറിക്കൊണ്ടിരിക്കുകയാണ്. നിന്നെ ഞാൻ വിവാഹം ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാൽ അവളെ രക്ഷിക്കാൻ ബാരോണും മ്യൂട്ടയും പിന്നാലെ പോകുന്നുണ്ട്. ബാരോണും രാജാവും കൂട്ടിമുട്ടുകയാണ്. ഒറ്റ വീഴ്ചയിൽ തന്നെ ബാരോൺ രാജാവിനെ നാണം കെടുത്തുന്നു. ഇനി നിവർത്തിയില്ല, അവളെ വിട്ടുകൊടുത്തേ മതിയാവും. അങ്ങനെ ഹാരു ടവറിന്റെ ഏറ്റവും മുകളിലെത്തുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഹാരു നിൽക്കുകയാണ്. എന്ത് സംഭവിക്കുമെന്നറിയാതെ ബാക്കിയുള്ളവരും അവളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ അതിൽ നിന്ന് വീഴും മുമ്പ് മ്യൂട്ട് അവളെ പിടിക്കുന്നു. എന്നാൽ രണ്ടുപേരും കൂടെ താഴേക്ക് വീഴുകയാണ്. പിന്നാലെ നമ്മുടെ ബാരോണും ചാടുകയാണ്. ടെൻഷൻ അടിക്കാതെ അവളോട് റിലാക്സ് ആവാൻ പറയുന്നു. കൈകളെല്ലാം വിടർത്തി നിൽക്കാൻ പറയുന്നു. നമ്മൾ ജീവിക്കും, നീ സമാധാനിച്ചിരിക്കൂ. അവൾ തന്റെ നാട് കാണുകയാണ്.
അപ്പോൾ ദാ ഒരു കൂട്ടം കാക്കകൾ അവരെ ചുറ്റിപ്പറ്റി വരുന്നു. അവര് താഴേക്ക് വീഴാതെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു. അതെ, ടോട്ടു ആയിരുന്നത്. ടോട്ടു വിളിച്ചിട്ടാണ് ഈ കാക്കകളെല്ലാം വന്നിരിക്കുന്നത്. ഇതെല്ലാം കണ്ട് പൂച്ചലോകത്തുള്ളവർ സന്തോഷിക്കുകയാണ്. ഇരുട്ടു മുമ്പേ ബാരോണും ടീമും ഹാരുവിനെ സ്കൂളിലെത്തിക്കുകയാണ്. അവളുടെ ജീവിതത്തിൽ ഇത്രയും അഡ്വഞ്ചറസ് ആയ ഒരു ദിവസം അവൾക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല. അവൾ എല്ലാത്തിനും അവരോട് നന്ദി പറയുകയാണ്. യാത്ര പറഞ്ഞ് ബാരോണും മ്യൂട്ടയും ടോട്ടയും പോവാൻ നിൽക്കുകയാണ്. എന്നാൽ ഹാരുവിന് ബാരോണിനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് നിങ്ങളോട് വല്ലാത്തൊരു പ്രണയം തോന്നുന്നു. ബാരോൺ പുഞ്ചിരിക്കുകയാണ്. ഇങ്ങനെ ഹൃദയം തുറന്ന് സംസാരിക്കുന്ന പെൺകുട്ടികളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിന്റെ ലൈഫിൽ എന്നും നീ ഇങ്ങനെ മാത്രമായിരിക്കുക. നിനക്ക് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഞാൻ തിരിച്ചു വരും. അങ്ങനെ യാത്ര പറഞ്ഞ് ബാരോണും മ്യൂട്ടയും ടോട്ടോയും അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത ദിവസം ഹാരു എല്ലാവരെക്കാട്ടും നേരത്തെ ഉണരുകയാണ്. അവളാണ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതെല്ലാം കണ്ട് അമ്മ ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഞായറാഴ്ചയായിട്ടും നീ നേരത്തെ എണീട്ടോ? എനിക്ക് ഹിരോമിയുടെ കൂടെ ഒന്ന് പുറത്തു പോവാനുണ്ട്. ഹിരോമിയെ കാണുമ്പോൾ ഹാരു നടന്ന കാര്യങ്ങളൊന്നും പറയുന്നില്ല. പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ, വിശ്വസിക്കില്ലല്ലോ. എന്നാൽ ഹിരോമിക്ക് ഒരു കാര്യം തിരിച്ചു പറയാനുണ്ടായിരുന്നു. നിന്റെ ക്രഷും ഗേൾഫ്രണ്ടും ബ്രേക്കപ്പ് ആയിട്ടുണ്ട്, അതായത് അവൻ സിംഗിൾ ആണെന്ന്. ഇത് കേട്ടപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അവൾ പറയുകയാണ്, എന്റെ ലൈഫിൽ അതൊന്നും ഇനി വലിയ കാര്യമേ അല്ല. കാരണം അവൾ കണ്ട ഹീറോയെ വെച്ച് നോക്കുമ്പോൾ ഈ ക്രഷൊന്നും ഒന്നുമല്ലായിരുന്നു. ഇനിയും ഒരു ആപത്ത് വന്നാൽ ആരെ വിളിക്കണമെന്ന് അവൾക്കറിയാമായിരുന്നു. അതിലേക്കുള്ള വാതിലായ മ്യൂട്ടയും അവിടെയെല്ലാം ചുറ്റിപ്പറ്റിയുണ്ടായിരുന്നു.